പറ്റി? ഇത്രയും അധിപതിച്ചു പോയോ മനുഷ്യരും പ്രകൃതിയുമെല്ലാം? ഇനി അധികം നേരം എനിക്ക് ക്ഷമിച്ചു നിൽക്കാനാവില്ല. ഞാൻ ഇറങ്ങുകയാണ്. ഇതിനൊക്കെ ഒരു പാഠം പഠിപ്പിക്കും കൊറോണ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നീതു. പ്രധാന വാർത്തകൾ. ചൈനയിലെ വുഹാനിൽ പുതിയ ഒരു വൈറസിനെ കണ്ടെത്തി. ലാബിലെ പരീക്ഷണത്തിനിടയിൽ അശ്രദ്ധ മൂലം വ്യാപിച്ചു എന്ന് പറയപ്പെടുന്നു. സമ്പർക്കത്തിലൂടെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന വൈറസ് മനുഷ്യജീവന് തന്നെ ഭീഷണിയാണ്. ഈ രോഗത്തിനെതിരെ ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ജനങ്ങളെല്ലാം ജാഗ്രതരായിരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 26 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചൈനയിൽ കണ്ടെത്തിയ അപകടകാരിയായ വൈറസിന് WHO കൊറോണ എന്ന പേര് നൽകി. രോഗം വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രാജ്യാന്തര യാത്രകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നീതു. പ്രധാന വാർത്തകൾ. കേരളത്തിൽ കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിച്ചു. കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് വൈറസ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റി. രോഗിയുമായി സമ്പർക്കത്തിൽപ്പെട്ടവർ ക്വാറന്റൈനിലാണ്. ജനങ്ങളെല്ലാം സുരക്ഷിതരായിരിക്കണം. മാസ്ക് ധരിച്ചു മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഹസ്തദാനം നൽകാൻ പാടില്ല. കൂടിച്ചേരലുകൾ ഒഴിവാക്കണം. മരണത്തിന് വരെ കാരണമാകുന്നു. ചെറിയ തൊണ്ടവേദന, പനി, ചുമ എന്നൊക്കെ തുടങ്ങിയിട്ട് ശ്വാസതടസ്സം വരെ ഉണ്ടായാണ് മരിക്കുന്ന ആൾക്കാരൊക്കെ. അവിടെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഗവൺമെന്റ് ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ എവിടെയാണോ ഉള്ളത് അവിടുന്ന് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ സമൂഹത്തിലേക്ക് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എവിടെയാണുള്ളത് അവിടെ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് ലോക്ക്ഡൌൺ. ഇവിടെ കുറേയൊക്കെ നമുക്ക് ഈ അസുഖത്തിന്റെ വ്യാപനം തടയാൻ കഴിയണം. കൊറോണ വൈറസ് വന്നത് ചൈനയിലല്ലേ? നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ചൈന അങ്ങ് എവിടെ കിടക്കുന്നു, കേരളം ഇവിടെ കിടക്കുന്നു. നമുക്കൊന്ന് വരാനൊന്നും സാധിക്കില്ല. കേരളത്തിലെ വൈറസ് എത്തിന്നാ പറയുന്നത്. ഞാൻ രാവിലെ ന്യൂസ് കണ്ടായിരുന്നു. അപ്പൊ ന്യൂസിൽ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. ഇത് സ്കൂളിലെ കുട്ടിക്കാണ് വന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഈ ആരോഗ്യ പ്രവർത്തകർ വളരെ വ്യാകുലരാണ്. ഹലോ, ഡോക്ടറെ വിളിച്ചായിരുന്നു. അമ്മ മരണപ്പെട്ടെന്നാ പറഞ്ഞത്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ബോഡി വിട്ടുതരുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എൻ്റെ സഹോദരങ്ങളൊക്കെ വിദേശത്താണ്. ഓക്കെ. ഒരു കൊറോണ വന്ന് നമ്മുടെ സമൂഹം മാറി മാറ്റമേ. കൊറോണ കാരണം എല്ലാവരും ഒരു പാഠം പഠിച്ചു. എന്നാൽ ശരി, ഓക്കെ, വയ്ക്കട്ടെ. അമ്മയ്ക്ക് നല്ല ശ്വാസതടസ്സമൊക്കെ ഉണ്ട്. അമ്മയുടെ നില വളരെ ഗുരുതരമാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യ. വെന്റിലേറ്ററൊന്നും കിട്ടാനില്ല. വെന്റിലേറ്റർ ഒന്നും ഒഴിവില്ല. അറിയില്ല. ഓക്കെ, എന്നെ ഡോക്ടർ വിളിക്കുന്നു കേട്ടോ. ഞാൻ ഇപ്പം തിരിച്ചു വിളിക്കാം കേട്ടോ. ഹായ് കൊറോണ, സുഖമാണോ? വലിയ പ്രശസ്തനായെന്നൊക്കെ അറിഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെ ചെല്ലപ്പേരാ ഉള്ളത്? ഞാൻ തന്നെ ഭൂമിയിലെ ജനങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വന്നതാണ്. ആദ്യമൊന്നും ആർക്കും ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡോസ് ഒന്ന് കൂട്ടി. ഇപ്പം നല്ല പേടിയാ. നല്ല തീരുമാനമാണ്. ഞാനൊരുവരെ പോയപ്പോൾ അവരെ പെട്ടെന്ന് നീക്കിക്കളഞ്ഞു. എന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്കൊരു ജാഗ്രത അവർക്ക് കൊടുക്കാൻ പറ്റും. അതാരാണ് കടന്നു വരുന്നത്? അത് കൊറോണയാണ്. നിങ്ങൾ കൊള്ളാലോ. ഭൂമി മുഴുവൻ വിറപ്പിച്ചല്ലോ. പണ്ട് ഞാനൊന്ന് വിറപ്പിച്ചതാ, വർഷങ്ങൾക്ക് മുമ്പ്. എന്തായാലും വൃത്തിയെക്കുറിച്ച് എല്ലാ ജനങ്ങൾക്കും ഏകദേശം മനസ്സിലായി. നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ്.